നമുക്കെല്ലാവർക്കും അറിയാം, പഴയ നിയമ പുസ്തകത്തിൽ, പ്രത്യേകിച്ച് പുറപ്പാട് പുസ്തകത്തിൽ ദൈവം മിസ്രൈമ്യ ജനത്തിൻ്റെ മേൽ അയച്ച 10 ബാധകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. കുഞ്ഞുകാലം മുതലേക്ക് നമ്മൾ കേട്ടിട്ടുണ്ടാവും. കേൾക്കാത്തവരുണ്ടെങ്കിലും അവർക്ക് മനസ്സിലാകുന്ന തരത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. ശ്രദ്ധിക്കുക. നമ്മൾ പലപ്പോഴും ഈ 10 ബാധകളുടെ പേരുകൾ പലർക്കും അറിയാമായിരിക്കും. ദൈവം 10 ബാധകൾ അയച്ചു ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ, അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു സ്പിരിച്വൽ മീനിങ്ങോ, എൻ്റെ ഇൻഡെപ്ത് മീനിങ്ങിലേക്ക് നമ്മൾ ഇന്ന് കിടക്കുകയാണ്. വെറും 10 ബാധകളെയല്ല ദൈവം അയച്ചത്. അതിൻ്റെ എല്ലാത്തിൻ്റെയും 2 പ്രധാന കാരണമാണ്. ഒന്ന്, ഇസ്രായേൽ മക്കൾക്ക് അവർ വിശ്വാസത്തിൽ അവർ പുറകോട്ട് പോയി. അവർ അവിടെ ആയിരിക്കും, പ്രത്യേകിച്ച് ഈജിപ്റ്റ്, മിസ്രൈം എന്ന് പറയുന്നത് ഒരു വിഗ്രഹാരാധനയുടെ ഒരു കേന്ദ്രമായിരുന്നു. 100 കണക്കിന് ദേവന്മാരെ പലതരത്തിൽ, പ്രകൃതിയെ തന്നെ പലതരത്തിൽ ആരാധിക്കുന്ന ഒരു കൂട്ടരായിരുന്നു. ആ ജനത്തിൻ്റെ നടുവിൽ 400ഓളം വർഷം അടിമകളായി കഴിയുന്ന ഇസ്രായേൽ മക്കൾ അവരുടെ പൂർവ്വപിതാക്കന്മാർ ആരാധിച്ചിരുന്ന യഹോവയായ ദൈവത്തെ മറന്ന്, അല്ലെങ്കിൽ അവർ അറിവില്ലായ്മയിൽ അവർ താഴേക്ക് പോയപ്പോൾ, വിശ്വാസത്തിൽ അവർ താഴേക്ക് പോയപ്പോൾ, അവർക്ക് അവരുടെ ദൈവം, അവരുടെ പിതാക്കന്മാരുടെ ദൈവം ആരാണെന്ന് കാണിച്ചു കൊടുക്കുക, ആ പിതാക്കന്മാരുടെ ദൈവത്തിൻ്റെ ശക്തി എന്താണെന്ന് തെളിയിച്ചു കൊടുക്കുക. മറ്റൊന്ന്, ആ മിസ്രൈമിലുള്ള ഓരോ ജനത്തിനും, ഇൻക്ലൂഡിങ് ഫറവോയ്ക്കും അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വൃന്ദങ്ങൾക്ക് മനസ്സിലായി കൊടുക്കുക, അവർ ആരാധിച്ചു വരുന്ന ദേവന്മാർ ഒന്നും തന്നെയല്ല, അവരെല്ലാം പവർലെസ് ആണ് എന്ന് തെളിയിച്ചു കൊടുക്കാനുള്ള ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമായിരുന്നു ഈ 10 ബാധകൾ. ഹല്ലേലൂയ. ഈ 10 ബാധകൾ അധികം അയക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ സ്പിരിച്വലായ, ആത്മീയമായ ഭയങ്കരമായ അർത്ഥങ്ങളുണ്ട്. ഇന്ന് നമ്മൾ അതിനെയാണ് ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഹല്ലേലൂയ. വളരെ ശ്രദ്ധയോടെ ഇരിക്കുക. ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നമ്മുടെ ഫെയ്ത്തിനെയും നമ്മുടെ വിശ്വാസത്തെയും ബിൽഡ് ചെയ്യുന്നത് മാത്രമല്ല, നമ്മുടെ ദൈവം എത്രമാത്രം ശക്തിയുള്ളവനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന കുറച്ച് ഭാഗങ്ങളാണ്. നിങ്ങൾ വീട്ടിൽ പോയി ഇത് വായിച്ചാൽ മതി. പ്രത്യേകിച്ച് പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം മുതൽ ഏകദേശം 12-ാം അധ്യായം വരെ നിങ്ങൾക്ക് ഇത് കാണുവാനായി കഴിയും. ആദ്യമായി ഇതിൻ്റെ ഉദ്ദേശം പറയാം. ഇസ്രായേൽ ജനം 400ഓളം വർഷമായി മിസ്രൈമിൽ അടിമകളായിരുന്നു. വളരെ കഷ്ടപ്പാടിലാണ്. ഓക്കെ, അതിനിടയിലാണ് മോശയും അഹരോനും അവരെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരാനായിട്ട് അങ്ങോട്ട് ദൈവത്താൽ അയക്കപ്പെടുന്നത്. ആ ഭാഗത്ത് ഞാൻ പോകുന്നില്ല. നമുക്കറിയാം, മരുഭൂമിയിൽ വെച്ച് യഹോവയായ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷനാവുകയാണ് മുൾപടർപ്പിൽ. എന്നിട്ട് മോശയോട് പറയുന്നു, എൻ്റെ ജനത്തെ മിസ്രൈമിൽ നിന്ന് വിടുവിപ്പാനായി നിന്നെ ഞാൻ അയക്കാൻ പോവാം. മോശയുടെ ആഗ്രഹപ്രകാരം, ആവശ്യപ്രകാരം അഹരോനെയും കൂടെ കൂട്ടി. അപ്പോൾ ദൈവം പറഞ്ഞു, മോശയെ, നിന്നെ ഞാൻ ഫറവോന് ദൈവവും അഹരോനെ നിനക്ക് പ്രവാചകനുമാക്കി മാറ്റിയിരിക്കുകയാണ്. ദൈവമായി മോശ മാറുന്നു, മോശയുടെ പ്രവാചകനായി അഹരോൻ മാറുന്നു. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ശബ്ദമാണ് എപ്പോഴും പ്രവാചകന്മാർ. അതുകൊണ്ട് മോശയുടെ ശബ്ദമായി ആര് മാറി? അഹരോൻ മാറി. ദൈവത്തിൻ്റെ പ്രതിരൂപമായി മോശയും മാറി. ഫറവോന് ദൈവമാക്കി മോശയെയും, മോശയുടെ ശബ്ദമായ പ്രവാചകനായി അഹരോനെയും ദൈവം നിയമിച്ചു. അങ്ങനെ അവർ ആ സ്ഥലത്ത് കടന്നു ചെന്ന് ഫറവോന്റെ അടുക്കൽ പോയി ഫറവോനോട് പറയുകയാണ്, ജനത്തെ വിട്ടയക്കണം. ആര് പറഞ്ഞു? യഹോവയായ ദൈവം പറഞ്ഞു. ഫറവോന്റെ ചോദ്യം ഇതാണ്, നിന്റെ ദൈവം ആര്? നിങ്ങൾ വായിക്കുമ്പോൾ അറിയാം, പുറപ്പാട് പുസ്തകം 5-ാം അധ്യായം അവിടെ വായിക്കുമ്പോൾ ഫറവോൻ ചോദിക്കുകയാണ്, നിന്റെ ദൈവം ആര്? എനിക്ക് ഒത്തിരി ദൈവങ്ങളെ അറിയാം, ഒത്തിരി ദേവന്മാർ എനിക്കറിയാം, ഒത്തിരി ദേവതകളെ അറിയാം, ഒത്തിരി പേരെ നിങ്ങൾ ആരാധിക്കാറുണ്ട്, പക്ഷെ നിന്റെ ദൈവം ആര്? നിന്റെ ദൈവം ആര്? മോശ പറഞ്ഞു, എൻ്റെ ദൈവം സർവ്വജരാജങ്ങളെ പടച്ചൊരുക്കിയ സർവശക്തനായ ഏക ദൈവമാണ്, യഹോവയാകുന്നു അവൻ്റെ നാമം. ഞാനാകുന്നവൻ, ഞാനാകുന്നു എന്ന് പറഞ്ഞവൻ അവൻ തന്നെ, അതാണ് അവൻ്റെ പേര്. ആ ദൈവമാണ് എന്നെ അയച്ചിരിക്കുന്നത്. ഫറവോൻ പറഞ്ഞു, എനിക്കറിയത്തില്ല, എനിക്ക് നിന്റെ ദൈവത്തെ അറിയത്തില്ല. അവിടെ പറയുകയാണ്, ഹൂ ഈസ് ദ ലോർഡ്? ഐ നോ നോട്ട് ദ ലോർഡ്. എനിക്ക് ആ ദൈവത്തെ അറിയത്തില്ല, ഞാൻ ഇസ്രായേൽ മക്കളെ വിട്ടയക്കത്തും ഇല്ല എന്ന് ഫറവോൻ തീർത്തു പറഞ്ഞു. ഫറവോൻ പറഞ്ഞു, 2 ചോദ്യമാണ്, നിന്റെ ദൈവം ആര്? എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഇതിൻ്റെ മറുപടിയാണ്, നിന്റെ ദൈവം ആരാണെന്ന ചോദ്യത്തിന് മറുപടി യഹോവയായ ദൈവം പറഞ്ഞു കൊടുക്കുകയാണ്. മാത്രമല്ല, അവൻ അറിയില്ല എന്ന് പറഞ്ഞ ദൈവത്തെ അറിയിച്ചു കൊടുക്കുന്നതാണ് തുടർന്നുള്ള കാര്യങ്ങൾ. ഹല്ലേലൂയ. അങ്ങനെ ഇസ്രായേൽ മക്കളെ വിട്ടയക്കാനുള്ള മോശയുടെ ആവശ്യം ആദ്യമേ തന്നെ ഫറവോൻ നിരാകരിക്കുമ്പോൾ, ഫറവോനടുത്ത് ദൈവത്തിൻ്റെ ശക്തി ഒന്ന് വെളിപ്പെടുത്തണമല്ലോ, തന്നെ അയച്ച ദൈവത്തെ കാട്ടിക്കൊടുക്കണമല്ലോ. അതിനുവേണ്ടി മോശ തൻ്റെ കയ്യിൽ നിന്ന് വടി നിലത്തിലേക്ക് ഇട്ടു. ആ വടി പാമ്പായി മാറി. ഫസ്റ്റ് മിറക്കിളാണ്. അതിൽ തന്നെ വളരെയധികം സിഗ്നിഫിക്കൻസ് ഉണ്ട്. കാരണം അന്നത്തെ കാലത്ത് ഈജിപ്തിൽ പ്രധാന ഒരു ദേവന്മാരുടെ രൂപത്തിൻ്റെതായ പ്രധാന ഒരു സിമ്പലാണ് പാമ്പ്. അതായത്
അവർ ആരാധിച്ചിരുന്ന ദേവന്മാരുടെ മിക്കതിലും ഉൾപ്പെടുന്ന ഒരു ഭാഗമാണ് പാമ്പ്. അപ്പോൾ പാമ്പിന്റെ രൂപം തന്നെയാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഈ വടിയെ പാമ്പാക്കി മാറ്റുക. അത് കണ്ടു നിന്ന മജീഷ്യന്മാർ, അവിടെ നിന്ന് മന്ത്രവാദികൾ, അവർ അതുപോലെ അവരും അവരുടെ വടികളെ നിലത്തിട്ടു, അതെല്ലാം പാമ്പായി. അവർക്കും പാമ്പാക്കി മാറ്റാൻ പറ്റി. പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്, മോശയുടെയും അഹരോന്റെയും വടി അവിടെ കിടന്ന എല്ലാ പാമ്പുകളെയും, അല്ലെങ്കിൽ ഇവരുടെ പാമ്പാക്കി മാറ്റിയ പാമ്പ് എല്ലാ പാമ്പുകളെയും വിഴുങ്ങിക്കളഞ്ഞു. അതായത് ഇവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് പലതും, പക്ഷെ അതിനെ മുഴുവൻ കവച്ചു വെക്കുന്ന, അതിനെ മുഴുവൻ കൺസ്യൂം ചെയ്യുന്ന ഒരു ഗ്രേറ്റർ പവറിനെ അവിടെ മോശ വെളിപ്പെടുത്തുകയാണ്. ഇതാണ് ഫസ്റ്റ് മിറക്കിൾ. എന്നിട്ടും ഫറവോൻ ഒന്നും മൈൻഡ് ചെയ്തില്ല. ഫറവോൻ കേൾക്കാൻ പോലും കൂട്ടാക്കിയില്ല. വചനം പറയുകയാണ്, ഫറവോൻ മൈൻഡ് ചെയ്തില്ല. ഫറവോൻ പറഞ്ഞു, ഇതൊക്കെ നമ്മുടെ പിള്ളേരും ചെയ്യും, ഇതൊക്കെ നമുക്കും അറിയാം, നമുക്കും ശക്തിയെ കൊണ്ട് നമ്മളും കുറെ മാജിക് ഒക്കെ പഠിച്ചിട്ടുണ്ട്, ആഭിചാരം നമുക്കറിയാം, ഇതൊക്കെ നമ്മളും ചെയ്യും. ഓക്കെ ശരി, ദൈവം പറഞ്ഞു കുഴപ്പമില്ല പോന്നേക്ക്. അടുത്ത ദിവസം ദൈവം പറയുകയാണ്, മോശയോട് പറയുകയാണ്, നീ നൈലിനെ അടിക്കണം. ഈജിപ്തിന്റെ പ്രധാനപ്പെട്ട ഒരു നദിയാണ് നൈൽ നദി. പ്രത്യേകിച്ച് ഈ ഈജിപ്തിന്റെ അഗ്രികൾച്ചർ, അവിടുത്തെ കൃഷിയെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നൈലിനെയാണ്. അവർ ആരാധിച്ചിരുന്ന ദേവനുണ്ട്, ആ ദേവന്റെ പേരാണ് ഹപ്പി, അല്ലെങ്കിൽ ഹാപ്പി എന്നും പറയാം, HAPI. ഹപ്പി ദേവൻ, അതായത് നൈൽ നദിയുടെ ദേവൻ എന്നാണ് അറിയപ്പെടുന്നത്. ഈ നൈൽ നദി എല്ലാ വർഷവും തീരത്തേക്ക് ഒഴുകും, അതായത് കര കവിഞ്ഞൊഴുകാറുണ്ട്. ഇവർ വിശ്വസിച്ചിരുന്നത് ഇവരുടെ ദേവനായ ഹപ്പിയാണ് അങ്ങനെ അതിനെ ഒഴുക്കുന്നത്. അത് കാരണമാണ് അവരുടെ അഗ്രികൾച്ചറൊക്കെ വളരെ ഫലഭൂഷ്ഠതയിൽ വിളയുന്നത്. അപ്പോൾ ഹപ്പി ദേവനെ അവരെല്ലാ വർഷവും ആരാധിക്കാറുണ്ട്. അവരുടെ ഒരു ദേവനാണ് ഹപ്പി ദേവൻ. ഈ ഹപ്പി ദേവനെ ആരാധിക്കുന്നതിന് എന്തിനാണ്? എല്ലാ വർഷവും ഇവർ കൃത്യമായി ഇതിനെ ഫ്ലഡ് ചെയ്ത് വെള്ളപ്പൊക്കം ഉണ്ടാക്കി വെള്ളം കരയിലേക്ക് എല്ലാവരും എത്തിക്കുക എന്നുള്ളതിൻ്റെ പ്രധാന ഒരു ഭാഗമാണ്. പലപ്പോഴും ഈ നൈൽ നദി ഇന്ന് ഒഴുകുന്ന ഈ സ്ഥലത്താണ് അടുത്ത വർഷം ഒഴുകുന്ന വേറൊരു സ്ഥലത്തൂടെ ആയിരിക്കും. കാരണം എന്താ, ഇത് ഇങ്ങനെ കര കവിഞ്ഞൊഴുകുമ്പോൾ സ്ട്രീംസ് മാറാറുണ്ട്. അത്തരത്തിൽ വരെ അവർ താമസവും മാറ്റാറുണ്ട് ആൾക്കാർ. അങ്ങനെ ആയിരുന്നു ഈ നൈൽ നദി ഒഴുകിക്കൊണ്ടിരുന്നത്. അവിടെ ദൈവം പറയുകയാണ്, അവരുടെ ആ അഗ്രികൾച്ചറിന്റെ സോഴ്സ് ആയിരിക്കുന്ന നൈൽ നദിയിലെ ജലത്തെ നീ അടിക്കണം. അതിനെ നീ അടിക്കുമ്പോൾ നീ പറഞ്ഞ എല്ലാ മേഖലയിലുള്ള കുളങ്ങളിലും തോടുകളിലും പാത്രങ്ങളിലുള്ള എല്ലാ വെള്ളവും രക്തമായി മാറുക. അതായത് ഇവിടെ ദൈവം അവരുടെ ഹപ്പി ദേവന്റെ അതോറിറ്റിയെ ചലഞ്ച് ചെയ്യുക. അതുവരെ അവർ കരുതിയിരുന്നത് ഞങ്ങൾക്ക് വെള്ളവും അഗ്രികൾച്ചറിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന ഹപ്പി ദേവനാണ്. എന്നാൽ അതേ ഹപ്പി ദേവനെ സാധ്യമാക്കാത്ത, അല്ലെങ്കിൽ ഹപ്പി ദേവനെ അതോറിറ്റിക്കകത്ത് കയറി അവനെ തകർക്കുന്ന തരത്തിലേക്ക് ദൈവത്തിന്റെ ഫസ്റ്റ് മിറക്കിളാണ്, ഇനിമേൽ വെള്ളമേ ഇല്ല, ഫുൾ ബ്ലഡാണ്. അഗ്രികൾച്ചറിന് വേണ്ടി നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഹപ്പി ദേവൻ ഇപ്പൊ എവിടെ? ചോദ്യമാണ്, ഫസ്റ്റ് ചോദ്യമാണ് അവരോട് ഓരോന്നും ചോദ്യങ്ങളാണ്. നിങ്ങളുടെ ദേവൻ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ ദേവൻ എന്തെങ്കിലും സഹായിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ ഹപ്പി ദേവൻ എവിടെ? ഹപ്പി ദേവന് നേരെയുള്ള ഫസ്റ്റ് അറ്റാക്ക്, അതായത് അവരുടെ മിത്തിക്കലായിട്ടുള്ള ദേവനെ പൊളിച്ചു കാട്ടിക്കൊണ്ട് ദൈവം ആ സോഴ്സിനെ തന്നെ തകർക്കുകയാണ്. അവിടെ ഈ വെള്ളം മുഴുവൻ രക്തമായി, എല്ലാ സ്ഥലങ്ങളിലും അത് രക്തമായി മാറി. അവരുടെ അഗ്രികൾച്ചറിന്റെ പ്രധാന സപ്പോർട്ടിംഗ് ഫാക്ടറായിരുന്ന ഒന്ന് തകരുകയാണ്. ഇത് കഴിഞ്ഞിട്ട് 7 ദിവസം കഴിയുമ്പോഴാണ് നെക്സ്റ്റ് ബാധ അവിടെ ബാധിക്കുന്നത്. ഇതിൽ മനസ്സിലാക്കേണ്ടത് എല്ലാ ബാധകളും ഒന്നിടവിട്ടുള്ള ദിവസങ്ങൾ സംഭവിച്ചൊന്നുമല്ല. ഇവർക്ക് ആദ്യമേ തന്നെ പ്രവാചകൻ മുഖാന്തരം, അതായത് അഹരോൻ മുഖാന്തരം അവിടെ അനൗൺസ് ചെയ്യപ്പെടുന്നുണ്ട്, പരസ്യമായിട്ട് അനൗൺസ് ചെയ്യപ്പെടുന്നുണ്ട്, ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നു, നീ എന്ത് ചെയ്യുക? റിപ്പന്റ് ചെയ്യണം, നിന്റെ മനസ്സിനെ ഒന്ന് നീ സോഫ്റ്റ് ആക്കണം, അവരെ വിട്ടയക്കണം. ഇതാണ് അവരുടെ ആവശ്യം. അത് കഴിഞ്ഞിട്ടാണ് ഈ ബാധ അവിടേക്ക് വരുന്നത്. 7 ദിവസം കഴിഞ്ഞ ശേഷം ഒരു മാറ്റവുമില്ല, ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടു എന്നാണ്. പലയിടങ്ങളിലും യഹോവ കഠിനപ്പെടുത്തി എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് അതിന്റെ കോണ്ടെക്സ്റ്റിൽ വായിക്കും മനസ്സിലാകും, ഫറവോൻ വീണ്ടും വീണ്ടും ഹൃദയത്തെ കഠിനപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ദൈവം റിപ്പന്റ് ചെയ്യാനുള്ള അവസരം കൊടുക്കുമ്പോഴും അവൻ പകരം കഠിനപ്പെടുകയാണ് ചെയ്തത്. നിങ്ങൾ ആ മുഴുവൻ പാസേജ് വായിക്കുമ്പോൾ അത് മനസ്സിലാവും, കോണ്ടെക്സ്റ്റിൽ വായിക്കുമ്പോൾ. രണ്ടാമത്തെ ബാധ എന്ന് പറയുന്നത് തവളകളാണ്. എന്താണ് ഈ തവളയുടെ പ്രത്യേകത? തവളയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈജിപ്തിൽ തവള വളരെ സേക്രഡ് ആയിട്ടുള്ള, എന്താ പറയുക, സേക്രഡ് മീൻസ് പ്രിയപ്പെട്ട, അല്ല പ്രിയപ്പെട്ടതല്ലോ, പൂജിതമായ, ആരാധനാപാത്രമായ ഒന്നാണ് തവളകൾ. അതിന് പ്രധാന കാരണം അവിടെ ഒരു ഗോഡസ്, ഒരു ദേവതയുണ്ട്, ഹെക്കറ്റ് എന്നൊരു ദേവതയുണ്ട്. ഹെക്കറ്റ് HEKET, ഹെക്കറ്റ് ദേവതയുടെ സിമ്പൽ തന്നെ ഒരു തവളയുടെ തലയാണ്. ഞാൻ പറഞ്ഞില്ലേ, റാൻഡമായിട്ടുള്ള കുറെ ബാധകളല്ല ദൈവം അയച്ചത്, അവരുടെ ഓരോ സിസ്റ്റംസിനെയും ദൈവം ബ്രേക്ക് ചെയ്യുകയായിരുന്നു. അതായത് അവർ അന്ന് വിചാരിച്ചിരുന്നത്
ആ തവളകൾ എന്ന് പറയുന്നത് ദേശത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അവിടെ പ്രധാനപ്പെട്ട ഒരു ദേവതയുടെ സിംബലാണ്. അതുകൊണ്ട് തന്നെ അവർക്കന്ന് അതുവരെയും പ്രിയപ്പെട്ടതായിരുന്ന അല്ലെങ്കിൽ ആരാധന തലത്തിലുണ്ടായിരുന്ന ഒരു തവളയെ അവർക്ക് അസഹനീയമായ, അവർക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു വെറുക്കുന്നൊരു സാധനമാക്കി ദൈവം മാറ്റുക. എല്ലായിടത്തും തവള പെരുകി. എവിടെയും കിടപ്പുമുറിയിലും ആ മാവ് കുഴക്കുന്ന തൊട്ടിക്കകത്തൊക്കെ തവള. ഒന്ന് ചിന്തിച്ചു നോക്കി. അൺബിയറബിളാണ്, സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എല്ലാ സ്ഥലത്തും. അതായത് അതുവരെ അവര് ആരാധിച്ചിരുന്ന ഹെക്കറ്റിനെ ഇപ്പൊ അവർ പറക്കി എറിയുക. അവരതുവരെയും ആരാധനാപാത്രമായി കണ്ടിരുന്ന ഹെക്കറ്റിനെ ഇപ്പൊ ചവിട്ടുക, തല്ലിക്കൂട്ടുക, എടുത്ത് കളയുക. നാറ്റം അവസാനം ഇത് ചത്തൊടുങ്ങുമ്പോൾ നാറ്റം, വല്ലാത്തൊരവസ്ഥ. ഇപ്പൊ ഹെക്കറ്റൻ എന്ന് പറഞ്ഞ ആൾക്കാർ നാക്കുന്ന അവസ്ഥയായി. കാര്യം എന്താ? ഹെക്കറ്റൻ എന്ന് പറയുന്ന സാധനം ഇപ്പൊ അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു കേഴ്സായി മാറി, ഒരു ശാപമായി മാറുന്ന അവസ്ഥയിലേക്ക് പോയി. അപ്പോൾ ഇവിടെ ഹെക്കറ്റ് എന്ന് പറയുന്ന അവരുടെ ഗോഡസ്, അവരുടെ ദേവത നിസ്സഹായയാവുകയാണ്. പകരം അവരുടെ കാലിൻ്റെ അടി കിടന്ന് ചവിട്ടും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാരി എറിയുന്ന അവസ്ഥയായി. ഹല്ലേലൂയ. നെക്സ്റ്റ് മൂന്നാമത്തെ ബാധ എന്ന് പറയുന്നത് പേനാണ്. പേൻ. അവിടെ എഴുതിയിരിക്കുകയാണ് ഈ തറയിലെ പൊടി അത് പേനായി മാറുകയാണ്. അവിടെ ഗബ് എന്ന് പറയുന്ന ഒരു ദേവൻ ഉണ്ടായിരുന്നു. ആ ദേവൻ മണ്ണിന്റെ ദേവനാണ്, ഭൂമിയുടെയും മണ്ണിന്റെയും ദേവനാണ് ഗബ്. അതേ മണ്ണിനെ ദൈവം എന്താക്കി? പേനാക്കി മാറ്റി. പേനാക്കി മാറ്റി എല്ലാ സ്ഥലങ്ങളിലും ഇത് വ്യാപിക്കുവാനായി തുടങ്ങി. ഇത് പ്രത്യേകത, ആദ്യത്തെ 2 അത്ഭുതങ്ങൾ, രണ്ട് ബാധകൾ ദൈവം അയച്ചപ്പോൾ, ഒന്നാമത്തത് വെള്ളം ബ്ലഡായി മാറി, രണ്ടാമത്തത് തവള. ഇത് രണ്ടും ഈജിപ്തിലെ മജീഷ്യന്മാര്, മന്ത്രവാദികൾ റെപ്ലിക്കേറ്റ് ചെയ്തു. എന്ന് വെച്ചാൽ അവരും ചെയ്ത് കാണിച്ചു. അവരും വെള്ളത്തെ ബ്ലഡാക്കി മാറ്റി, അവരും തവളകളെ ഉണ്ടാക്കി. പക്ഷെ ഒരു കാര്യം വ്യത്യാസമുണ്ട്, അവർക്ക് തവളകളെ ഉണ്ടാക്കാനേ പറ്റുള്ളൂ, സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയില്ല. ദൈവം അയച്ചു, തവള അയച്ചു, അവരും കുറെ തവളയെ കൂട്ടി. എന്ന് വെച്ചാൽ ശത്രുവിന് അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയില്ല, വീണ്ടും കൂട്ടാൻ മാത്രമേ പറ്റുള്ളൂ. പ്രശ്നത്തെ വഷളാക്കാൻ മാത്രമേ പറ്റുള്ളൂ, അവർക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അവരും തവള കുറേ അവരും കൂട്ടി. അങ്ങനെ തവളകള് ദൈവം അയച്ച ബാധ കൂടാതെ അവരും കുറെ കൂട്ടി. ഇതാ മൂന്നാമത്തെ പ്രാവശ്യം, മൂന്നാമത്തെ പ്ലേഗ് മുതൽ സംതിങ് ഹാപ്പൻ. അവിടെ ഒരു ഷിഫ്റ്റ് ഉണ്ടായി. അവിടെ മജീഷ്യന്മാർ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും പേനുണ്ടാകുന്നില്ല. അവർക്ക് ദൈവം അയച്ച ബാധയെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. റെപ്ലിക്കേറ്റ് ചെയ്യാന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ മജീഷ്യന്മാർ ഫറവോനോട് പറഞ്ഞു, ഇത് ദൈവത്തിന്റെ വിരലാകുന്നു, ഇത് ദൈവത്തിന്റെ വിരലാകുന്നു. അപ്പൊ നമ്മൾ ഇതുവരെ ആരാധിച്ചത് ദൈവം അല്ലേ? ഇത് ദൈവത്തിന്റെ വിരലാകുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞ ദേവന്മാരൊന്നും ദേവന്മാരല്ല എന്ന് അവര് ഇൻഡയറക്ട്ലി പറയുക. ഇത് ദൈവത്തിന്റെ വിരലാണ്, സംതിങ് സൂപ്പർ നാച്ചുറൽ ആണ്. ഇത് നമ്മൾ വിചാരിച്ച കൂടുന്ന കൂട്ടല്ല. നമ്മൾ ഇതുവരെ ഇതൊക്കെ ചെറിയ പരിപാടിയാണ്, അതൊക്കെ നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്, നമുക്കിതൊക്കെ ചിലതൊക്കെ ചെയ്യാനേ പറ്റൂ. പക്ഷെ ഇതിനേക്കാളും ഗ്രേറ്റർ പവർ, ദ ഹാൻഡ് ഓഫ് ഗോഡ്, ദ ഫിംഗർ ഓഫ് ഗോഡ്, അത് മൂവ് ചെയ്യുന്നുണ്ട്. സംതിങ് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഈ സമയത്താണ് മനസ്സിലാക്കുക, മനുഷ്യനും മജീഷ്യന്മാർക്കൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. അവർ തന്നെ അഡ്മിറ്റ് ചെയ്തു, ഇത് ദൈവത്തിന്റെ വിരലാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വിരലാണ്. ദൈവം, റിയൽ ആയിട്ടൊരു ദൈവമുണ്ട്. അത്ഭുതങ്ങളല്ല ദൈവം, അടയാളങ്ങളല്ല ദൈവം, പക്ഷെ അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും അതീതമായി സർവശക്തനായ ഒരു ദൈവമുണ്ട്. ഈ ലോകത്തിൽ പലതും കാണിക്കാൻ പറ്റും. മന്ത്രവാദത്തിനും പലതും കാണിക്കാൻ പറ്റും, ആഭിചാരത്തിന് പലതും കാണിക്കാൻ പറ്റും. അവർക്കൊക്കെ ശക്തിയില്ലെന്ന് ഞാൻ പറയുന്നില്ല, ശക്തി കാണിക്കാൻ പറ്റും. പക്ഷേ അവർക്ക് ചെയ്യാൻ പറ്റാത്തതും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്തതും ചിലതുണ്ട്. അത് സർവശക്തനായ ദൈവത്തിന്റെ കരമാണ്, അത് സൂപ്പർ നാച്ചുറലാണ്. ഹല്ലേലൂയ. മന്ത്രവാദത്തിന് രോഗത്തെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു രോഗത്തെ വർദ്ധിപ്പിക്കാൻ പറ്റുമായിരിക്കും, ബൂസ്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. കാരണം അവരുടെ കയ്യിൽ സൗഖ്യമില്ല. ദൈവത്തിന്റെ പേരാണ് യഹോവ റാഫ. അത് അവന്റെ മാത്രം ആട്രിബ്യൂട്ടാണ്, അത് അവനിൽ നിന്ന് മാത്രമേ വരത്തുള്ളൂ. ഹല്ലേലൂയ. ഇവിടെയും അവർക്ക് തവളയെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയില്ല, രക്തത്തെ മാറ്റി വെള്ളമാക്കാൻ പറ്റിയില്ല. അവർക്കും അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ഇവിടെ പേൻ എത്തിയപ്പോ, മൂന്നാമത്തെ ബാധ എത്തിയപ്പോ അവർക്കത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അവർ അഡ്മിറ്റ് ചെയ്തു, നമുക്ക് പറ്റത്തില്ല, ഇത് ദൈവത്തിന്. അപ്പൊ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യമാണ്, മജീഷ്യന്മാർ വന്ന് ഫറവോനോട് പറയുകയാണ്, ഇത് ദൈവത്തിന്റെ വിരലാണ്. അപ്പൊ ഫറവോന്റെ ചോദ്യം സ്വാഭാവികമായിട്ടുണ്ട്, ദൈവമോ? ഏത് ദൈവമാ? 100,000 ദേവന്മാരെ നമ്മൾ ആരാധിക്കുന്നുണ്ടല്ലോ, 100,000 പൂജ നടത്തുന്നുണ്ടല്ലോ. അപ്പൊ മജീഷ്യന്മാർ പറയണേ, ഇതൊന്നുമല്ല, നമ്മളതൊന്നുമല്ല, ദൈവം സിംഗുലർ, ദൈവന്മാരല്ല, ഇത് ദൈവത്തിന്റെ
വിരലാണ്. അവർ തന്നെ അഡ്മിറ്റ് ചെയ്തു സംതിങ് സൂപ്പർ നാച്ചുറൽ, നമ്മുടെ ബുദ്ധിക്ക് അതീതമായി ചെയ്യുന്ന ഒരു ക്രിയേറ്റർ ഗോഡ് ഉണ്ട്, ഒരു സർവശക്തനായ സൃഷ്ടികർത്താവ് ഒരു ദൈവമുണ്ടെന്ന് അവരവിടെ അഡ്മിറ്റ് ചെയ്യുകയാണ്. അവർ പറയാണ് ഇത് ദൈവത്തിന്റെ വിരലാണ്. 3 ബാധ കഴിഞ്ഞു. പക്ഷേ ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടു. 4-ാമത്തെ ഈച്ചകൾ വരികയാണ്. ഈച്ചകൾ വരുമ്പോൾ ശ്രദ്ധിക്കണേ, ഈ ഖേപ്രി എന്ന് പറയുന്ന ഒരു ദേവനുണ്ട് അവർക്ക്. ഖേപ്രി എല്ലാ ഈ എന്താ പറയുക ബാധകളും ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി അവരുടെ ഓരോ ദേവന്മാരെ അടിക്കുകയാണ്. എന്ന് വെച്ചാൽ അവർക്ക് അവരുടെ മിത്ത്, അവരുടെ സങ്കല്പങ്ങളിലുള്ള ദേവന്മാരുടെ അവരുടെ ചിന്തകളിലെല്ലാം ദൈവം കയറി ഇടപെടുകയാണ്. അവർ വിചാരിച്ചു വെച്ചെന്ന് ഒന്നും അല്ല എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാണ്. ഖേപ്രിയും കാപ്രിയും ഒന്നും ഒരു തരത്തിലും പ്രയോജനപ്പെടുത്തില്ല എന്ന് അവർക്ക് മനസ്സിലാകുകയാണ്. ഇവിടെ ഖേപ്രി എന്ന് പറയുന്ന ഒരു ദേവൻ, ആ ദേവന്റെ സിമ്പൽ തന്നെ ഒരു ബീറ്റിൽ ഹെഡാണ്, ഒരു എന്താ പറയുക ഈച്ചയുടെ തല വരുന്ന മോഡലാണ് ആ ദേവന്റെ സിമ്പിൾ തന്നെ. നിങ്ങൾ യൂട്യൂബ് സെർച്ച് നോക്കി, ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും. അതിന്റെ തല തന്നെ അങ്ങനെയാണ്. അത് ഖേപ്രി, KHEPRI, ഖേപ്രി ദേവൻ. കേൾക്കാൻ രസമല്ലേ ഖേപ്രി? ഖേപ്രിയുടെ രൂപം തന്നെ ഈ ഫ്ലൈസുമായിട്ട്, ഈച്ചയുമായിട്ട് സാമീപ്യമാണ്. അപ്പോ ഈച്ചയെ ദൈവം അയച്ചു. ദൈവം അതിനോട് പറയുകയാണ്, കുഞ്ഞു കുഞ്ഞ് ക്രിയേഷൻ പോലും എൻ്റെ കൺട്രോളിലാണ്, ഞാനാ നിയന്ത്രിക്കുന്നത് എന്ന് സർവശക്തനായ യാഹ്വേ വെളിപ്പെടുത്തിക്കൊണ്ട് അവരുടെ എല്ലാ സ്ഥലങ്ങളിലേക്കും ഈച്ച വരികയാണ്. ഈ ഈച്ച വരുമ്പോ ഇവിടെ മുതലാണ് സംതിങ് സ്പെക്ടാക്കുലർ ഹാപ്പൻസ്. അതായത് 8-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ ദൈവം 22-23 ദൈവം പറയുന്നുണ്ട്, ഇത് മുതൽ ഞാൻ ഇസ്രായേലിനും, അതായത് എൻ്റെ ജനത്തിനും നിന്റെ ജനത്തിനും ഇടയ്ക്ക് ഒരു വ്യത്യാസം വയ്ക്കും. ഇതുവരെ അങ്ങനെ ഇല്ലായിരുന്നു. വെള്ളം മുഴുവനായിട്ട് ബ്ലഡായി, എല്ലായിടത്തും തവള വന്നു, എല്ലായിടത്തും പേൻ വന്നു. പക്ഷെ ഇനി മുതൽ നോക്കിക്കോ, നിന്റെ ജനത്തിനും എൻ്റെ ജനത്തിനും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാവും. ഫറവോനെ നിനക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യും, നിന്റെ ദേവന്മാരെ കൊണ്ട് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും, നിന്റെ ജനത്തെ പ്രൊട്ടക്ട് ചെയ്യും. പക്ഷെ എൻ്റെ ജനത്തെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യും. അവരിൽ നിന്നൊരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗോഷൻ ലാൻഡ് എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കൾ താമസിക്കുന്ന സ്ഥലമാണ്. അവിടെ ഈച്ച കയറിയില്ല, ഈച്ചകൾക്കൊന്നും എൻട്രി ഇല്ല. അവിടെ കൊതുകുവലൊന്നും വിരിച്ചിട്ടില്ല. പക്ഷെ അവിടെ ഈച്ച കയറുന്നില്ല. അവിടെ സംതിങ് ഹാപ്പൻ. അവിടെ ചില പ്രൊട്ടക്ഷൻ വോൾസ് വരികയാണ്. അവിടെ സ്വർഗത്തിലെ ദൈവം അവരെ കവർ ചെയ്യുകയാണ്. എന്നിട്ട് പറഞ്ഞു, പറ്റുമെങ്കിൽ നിന്റെ ദേവന്മാരെ കൊണ്ട് നീ കൺട്രോൾ ചെയ്യും. ഖേപ്രിയെ വിളി, പറ്റുമെങ്കിൽ കൺട്രോൾ ചെയ്യും. നിന്റെ സ്ഥലത്ത് മുഴുവൻ ഈച്ച കയറുക, എല്ലായിടത്തും. അതായത് ഈജിപ്തിനും ഗോഷൻ ലാൻഡിനും ഇടയ്ക്ക് തമ്മിൽ ദൈവത്തിന്റെ ഒരു സോവറിനിറ്റി വരുവാണ്. ദൈവം ഇടപെടുകയാണ്. അവിടെ ഒരു ലാൻഡ് മാർക്ക് ഇട്ടിട്ട് ദൈവം പറഞ്ഞു, ഇതിനിപ്പുറവും അപ്പുറവും ഒരു വ്യത്യാസം വെച്ചു. 4-ാമത്തെ ഈ ബാധ മുതൽ ഈജിപ്തിനും ഗോഷൻ ലാൻഡ് എന്ന് വെച്ചാൽ ഈ നമ്മുടെ ഇസ്രായേൽ മക്കൾ താമസിക്കുന്ന സ്ഥലം, ആ ഗോഷൻ ലാൻഡിനും ഇടയ്ക്ക് ഒരു ദൈവം സെപ്പറേഷൻ വെച്ചു. ഇത് മുതൽ അങ്ങോട്ട് സെപ്പറേഷൻ കാണാൻ പറ്റും. അതായത് ഇസ്രായേൽ മക്കൾ പ്രൊട്ടക്ടർ ആയിരിക്കും, ഈ മിസ്രൈമ്യർ കഷ്ടപ്പെടുന്നതും കാണാൻ പറ്റും. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പറയുന്നു, നമുക്ക് ഖേപ്രി എന്ന് പറഞ്ഞ ദേവനെ, ആ ഒരു മിത്തിനെ തന്നെ ദൈവം, ആ സങ്കല്പത്തെ തന്നെ ദൈവം ഇടിച്ചു കളയുക. അടുത്ത് 5-ാമത്തേത് എന്ന് പറയുന്നത് അവരുടെ കന്നുകാലി സമ്പത്ത്, ആട്, ഒട്ടകം, കുതിര, ഇതിൻ്റെ എല്ലാം മേൽ ദൈവം മരണത്തെ കൊണ്ടുവരികയാണ്. ലൈഫ് സ്റ്റോക്ക്, അവരുടെ കന്നുകാലി സമ്പത്തിന്റെ മേൽ ദൈവം തൊടുകയാണ്. എല്ലാ കാറ്റിൽസും, അതായത് ഈജിപ്തിലുള്ള എല്ലാത്തരം കാറ്റിൽസും, അതുപോലെ തന്നെ എന്തു പറയുക, ഒട്ടകങ്ങൾ, കുതിരകൾ, ഇതിനെല്ലാം ദൈവം തൊടുകയാണ്. പക്ഷെ അവിടെയും ഇസ്രായേൽ മക്കളുടെ കന്നുകാലി സമ്പത്തുകൾ ഒരു നാശവും സംഭവിക്കാതെ ദൈവം സൂക്ഷിക്കുക. ഇവിടെ ഹാത്തോർ എന്ന് പറയുന്നതും ആപ്പിസ് എന്ന് പറയുന്ന 2 ദേവതകളുണ്ട്. ഒന്ന് ഹാത്തോർ ദേവൻ എന്ന് പറയുന്നത് അവരുടെ കൗ ഗോഡസാണ്, അതായത് പശുദേവതയാണ്. ഈ പശുദേവതകൾ ചത്തു വീഴുന്നത് കാണാൻ പറ്റും. ചുറ്റുമുള്ള പശുക്കളെല്ലാം ചത്തു വീഴുക. അവിടെ ലിറ്ററലി അവിടെ ഹാത്തോർ ദേവത ചത്തു വീഴുക. ആപ്പീസ് എന്ന് പറയുന്നത് അവിടെ ഒരു ദേവനാണ്, അത് ബുൾ ആണ്, അതായത് കാളയുടെ രൂപത്തിലുള്ളതാണ്. അപ്പൊ ഈ കാളദേവനും ചത്തു വീഴുന്നത് കാണും. ചുറ്റും നോക്കുമ്പോൾ അവരുടെ ദേവതകളും ദേവന്മാര് ചത്തു വീഴുകയാണ്. പക്ഷെ അപ്പുറത്തോ ദൈവത്തിന്റെ ജനത്തിന്റെ അടുത്ത് കൊണ്ട് കാളയും പശുവും ഒക്കെ അതൊന്നും ചത്ത് വീഴുന്നുമില്ല. അപ്പോ കാളയിലും പശുവിലുള്ള കാര്യം, ഇവിടെ അതിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ദേവന്മാരെവിടെ? അവർ ചോദ്യം തുടങ്ങി. അവരുടെ ദേശത്ത് ഇതെല്ലാം അവരുടെ സാക്രഡ് ആയിരിക്കുന്ന, അവരുടെ വിശുദ്ധമായിരിക്കുന്ന, അല്ലെങ്കിൽ അവർ വളരെ ദൈവികമായി കരുതിയിരുന്ന അവരുടെ മൃഗങ്ങളൊക്കെയും ചത്ത് വീഴുന്ന് ഈ രൂപങ്ങൾക്ക് തന്നെ നാണക്കേടുണ്ടാക്കുക. കാരണം പലയിടത്താരെ കൊത്തിവെച്ചിരിക്കുന്ന കാളദേവനും പശുദേവനും ഒക്കെ ചത്തു വീഴുക. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളുടെ അവിടെ ഒരു സംഭവം നടക്കുന്നില്ല, പക്ഷെ ഇവിടെ മുഴുവൻ ചത്തുപോവുക. അപ്പോൾ ഹാത്തോർ അല്ലെങ്കിൽ ഹാത്തോറും ആപ്പിസ്, ഈ 2 ദേവന്മാരുടെയും ചിന്തകളെ
മനുഷ്യ ഹൃദയത്തെ ദൈവം നാണം കെടുത്തുകയാണ്. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? നമുക്കിത് ലിറ്ററലി ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. അവിടെ ആലോചിച്ച് നോക്കി, അവർ അതുവരെ കരുതിയിരുന്ന, അവിടെ വളരെയധികം പരിപാവനമായി കണ്ടിരുന്ന മൃഗങ്ങൾ നിസാരമായി ചത്തു വീഴുകയാണ്. ഒരു തരത്തിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അവർക്ക് മനസ്സിലാവുകയാണ്, ഇതിനൊന്നും ഒരു കാര്യവുമില്ല, ഇതിനൊന്നും നമ്മെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ല. സ്വയം പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റാത്ത ഒന്നിന് നമ്മെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. കാരണം അത് തന്നെ ചത്തു വീഴുക, പിന്നെ എങ്ങനെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്? അങ്ങനെ അടുത്തത് ആറാമത്തതിനകത്തൊരു വളരെയധികം പ്രത്യേകതകളുണ്ടായി. ഇവിടെ ആറാമത്തെ ബാധ എന്ന് പറയുന്നത് പരുക്കളും വ്രണങ്ങളുമാണ്. അതായത് എക്സോഡസ്, പുറപ്പാട് പുസ്തകം 9-ാം അധ്യായം അതിന്റെ 8 മുതലുള്ള വാക്യങ്ങളാണ്. അവിടെ ദൈവം മോശയോട് അഹരോനോട് പറയുകയാണ്, നീ അടുപ്പിനകത്തുള്ള വെണ്ണീർ വാരുക. അതെന്താണ്? ചാമ്പൽ. ആ അടുപ്പെന്ന് പറയുന്നത് സത്യത്തിൽ ഇസ്രായേൽ മക്കളുടെ അടിമത്തത്തിന്റെ ഒരു സിമ്പലാണ്. വൈക്കോല് പോലും കൊടുക്കാതെ ഇഷ്ടിക ചുടാനായി അവരെ വിട്ട് ആ അടുപ്പിലാണ് അവർ ഇഷ്ടിക ചുട്ടെടുക്കുന്നത്. അവിടെ വിയർപ്പിന്റെ, അവിടെ കഷ്ടപ്പാടിന്റെ സിമ്പലാണ് ആ ചാമ്പൽ. ആ ചാരത്തെ വാരിയാണ് വിതറുന്നത്. അവരെ എന്താണോ അതുവരെ വിഷമിപ്പിച്ചുകൊണ്ടിരുന്നത്, അവരെ കഷ്ടപ്പെടുത്തി, അതിന്റെ സിമ്പലാകുന്ന ചാരത്തെ എടുത്ത് ധൂളിയായി ആകാശത്തേക്ക് വിതറി. അത് തുറന്ന് വായിക്കുന്നതിനാണ്, എല്ലാ മനുഷ്യന്റെയും ശരീരങ്ങളിൽ പരുക്കളായും വ്രണങ്ങളായിട്ടും മാറി. അവിടെയും ഇസ്രായേൽ ജനത്തെ ദൈവം സൂക്ഷിക്കുകയാണ്. ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഇംഹോടെപ്പ്, ആ പേരിൽ നിന്ന് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇംഹോടെപ്പ് എന്ന് പറയുന്ന ഒരു ദേവൻ, മറ്റൊന്ന് സെഖ്മത്ത് എന്ന് പറയുന്നത് സൗഖ്യമാക്കുന്ന ദേവൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. സെഖ്മത്ത് അതായത് SEKHMET. ഞാനിത് പറയാൻ കാരണം, സംശയമുള്ള സെർച്ച് ഞാൻ കുറേയധികം ഇത് സെർച്ച് ചെയ്തിട്ടാണ് ഇതൊക്കെ മനസ്സിലാക്കിയത്. അതായത് സെഖ്മത്ത് എന്ന് പറയുന്നത് സൗഖ്യമാക്കുന്ന ദേവൻ, ഈ ഇംഹോടെപ്പ് എന്ന് പറയുന്നത് മെഡിസിന്റെ ദേവൻ, അതുപോലെ തന്നെ തോത്ത് എന്ന് പറയുന്ന ഒരു ദേവനുണ്ട്, അത് മാജീഷ്യന്മാരുടെ ദേവൻ, മാജിക്സ് കാണിക്കുന്ന ദേവൻ, അതിന്റെ ടോപ്പ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ദേവന്മാരാണ്. ഈ ആറാമത്തെ ബാധയാണ് ആദ്യമായി മനുഷ്യ ശരീരത്തെ സ്പർശിക്കുന്നത്. ഇതുവരെയും മനുഷ്യ ശരീരത്തെ തൊട്ട് ഒരു ബാധയും സംഭവിച്ചില്ല. അതായത് ദൈവം ഒറ്റയടി ഇവരെ ശിക്ഷിക്കുകയല്ല, ഇവർക്ക് റിപ്പന്റ് ചെയ്യാനുള്ള ഒത്തിരി അവസരം കൊടുക്കുകയാണ്. ആദ്യം വെള്ളത്തെ, തവള, ഇതൊക്കെ ഒരു വലിയ ശരീരത്തിനൊന്നും നാശം ഉണ്ടാക്കുന്നതല്ല. ദൈവം അവർക്ക് ഇഷ്ടം പോലെ സമയം കൊടുക്കുന്നുണ്ട് റിപ്പന്റ് ചെയ്യാനായിട്ട്. ദൈവത്തിന്റെ കരുണ എത്രയോ വലുതാണ്. നമ്മൾ ചിന്തിക്കുന്ന പോലെ വെറുതെ ബാധ അയച്ച് നശിപ്പിക്കുകയല്ല, ഗ്രാജുവലി അവർക്ക് ഇഷ്ടം പോലെ സമയം കൊടുത്തിട്ട് ആറാമത്തെ ബാധയിലാണ് അവരുടെ ശരീരത്തെ തൊടുന്നത്. അവരുടെ ശരീരത്തിൽ വ്രണങ്ങളും പരുക്കളും വരുന്ന ആറാമത്തിലാണ്. ഇവിടെ ഈ ആറാമത്തെ ഈ പ്രശ്നം, ഈ ബാധ വരുമ്പോൾ ഇവർ ചിന്തിച്ചു, നമ്മെ രക്ഷിക്കാൻ ഈ ഇംഹോടെപ്പും അതുപോലെ തന്നെ സെഖ്മത്തും തോത്തും ഒക്കെ വരുമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ തോത്ത് എന്ന് പറയുന്നത് മജീഷ്യന്മാരുടെ ദൈവനാണല്ലോ. ഈ മജീഷ്യന്മാരെയും ഈ ബാധ ബാധിച്ചു. അവരുടെ ശരീരത്തിലും പുണ്ണും വ്രണങ്ങളൊക്കെ വന്നു. അവർക്കും രക്ഷയില്ല. ഇതുവരെ അവരൊക്കെ തട്ടിപ്പുറ്റിക്ക് നിൽക്കുകയാറ്, എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണിച്ച്. ഇത് വന്നപ്പോൾ അവരെയും അഫക്റ്റ് ചെയ്തപ്പോൾ തോത്തിന് തന്നെ വെല്ലുവിളിയായി. കാരണം തോത്താണല്ലോ ഇവരുടെ ദേവൻ, മജീഷ്യന്മാരുടെ ദേവനാണല്ലോ തോത്ത്. തോത്തിനും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. തോക്കായി, വേറെ ഒന്നും ഒരു പിടി നടക്കുന്നില്ല. അപ്പോ മജീഷ്യന്മാർക്ക് അവരുടെ ദേവനായ തോത്തിനെ വിളിച്ചിട്ടും രക്ഷയില്ല. അവിടെ തോത്ത് പരാജയപ്പെടുകയാണ്. തൊട്ടടുത്തുള്ള സെഖ്മത്തും ഇംഹോടെപ്പും സൗഖ്യത്തിന്റെ ദേവന്മാരാണ്, അവർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല, സൗഖ്യമാകുന്നില്ല. അതായത് ഇവരെ സൗഖ്യമാക്കാൻ ഒന്നിനും കഴിയുന്നില്ല. അവർ അതുവരെ കരുതിയിരുന്ന സൗഖ്യമാക്കുന്ന ദേവത ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. മജീഷ്യന്മാര് അവർ സ്പെഷ്യൽ ഈ രാജകീയ സന്നിധിയിൽ അല്ലെങ്കിൽ രാജാവിന്റെ കൊട്ടാരത്തിൽ ഉന്നതമായ പൊസിഷൻസ് അലങ്കരിച്ചിരിക്കുന്നവരാണ് ഈ മജീഷ്യൻസ്, മന്ത്രവാദികളൊക്കെ. അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ദേവൻ എന്നാണ് തോത്തിനെ കരുതിയിരിക്കുന്നത്. പക്ഷെ അവരെയും എന്ത് ചെയ്തു? ഇതെല്ലാം ബാധിച്ചു. അപ്പൊ അവർക്ക് പോലും ഇതിൽ നിന്ന് രക്ഷയില്ല എന്നായി. ലിറ്ററലി ഒന്ന് ആലോചിച്ച്, നാണക്കേടല്ലേ? അവർ വലിയ സംഭവങ്ങളാണ്. ഇവർക്ക് ഇതൊക്കെ ഒന്നും ബാധിക്കാൻ പാടില്ല. ഇവരെല്ലാത്തിനും കൺട്രോൾ ചെയ്യുന്നവരാണ്. പക്ഷെ അവരെയും നിയന്ത്രിക്കുന്ന, അവരെയും അഫക്റ്റ് ചെയ്യുന്ന ഒരു ബാധ അവിടെ വരികയാണ്. ആറാമത്തെ ഈ ബാധ. ഹലോ, ഏഴാമത്തെ ബാധ എന്ന് പറയുന്നത്, ഏഴാമത്തേത് ഹെയിൽ സ്റ്റോംസ് ആണ്. അതായത് കൽമഴ. ഹെയിൽ സ്റ്റോംസ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഈജിപ്റ്റ് ഉണ്ടായ കാലം മുതൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു കൽമഴ വരികയാണ്. ഇതിനെല്ലാത്തിനും മുമ്പേ പ്രോപ്പറായിട്ടുള്ള വാണിംഗ് കൊടുക്കും ദൈവം. ഇത് വരാൻ പോകുന്നു, ഇത് ചെയ്യണം, ഇങ്ങനെ ചെയ്യരുത്, എല്ലാം സ്പെസിഫിക് ആയിട്ട് കൊടുക്കും. ഈ ഹെയിൽ സ്റ്റോം വരുന്നതിന് മുമ്പും ദൈവം അവരോട് വാണിംഗ് കൊടുക്കും. നിങ്ങളുടെ
അഗ്രികൾച്ചർ നശിക്കാൻ പോവുകയാണ്, നിങ്ങളുടെ കന്നുകാലികൾ നശിക്കാൻ പോവുകയാണ്. എന്ത് ചെയ്യണം? രക്ഷപ്പെടണമെങ്കിൽ അതെല്ലാം ഒരു സ്ഥലത്ത്, പറയുന്ന സ്ഥലത്ത് കൊണ്ട് പാർപ്പിക്കണം. പുറത്തു വിടല്, അകത്ത് ആക്കണം, പുറത്തു വിടരുത്. പക്ഷെ ഇവിടെ എത്തുമ്പോ ശ്രദ്ധിക്കണേ, ഈ വാണിംഗ് കേൾക്കുമ്പോ ഇസ്രായേൽ മക്കൾ മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന ഒഫീഷ്യൽസ് ഇല്ലേ, അതായത് ഫറവോന്റെ ഉദ്യോഗസ്ഥരില്ലേ, അവരിൽ പലരും ദൈവത്തിന്റെ വാക്ക് കേട്ട് അനുസരിച്ചു. ദൈവശബ്ദം അവർ കേൾക്കാൻ തുടങ്ങി. അവർക്ക് മനസ്സിലായി, നമ്മുടെ ഈ കഴിഞ്ഞ മനസ്സിലായി, നമ്മുടെ ദേവന്മാരെന്ന് പറഞ്ഞതെല്ലാം മിത്താണ്, അതൊരു പരിപാടി നടക്കത്തില്ല, ഈ ദൈവത്തിന് ചിലതൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ട്, ഇത് ജീവനുള്ള ദൈവമാണെന്ന് മനസ്സിലാക്കി അവർ അത് വിശ്വസിക്കാൻ തുടങ്ങി. അവിടെ എഴുതിയാണ്, അവർ ദൈവത്തിന്റെ ശബ്ദം, പുറപ്പാട് 9:20-21 അവർ പറയുകയാണ്, ഇത് ദൈവശബ്ദമാണ്, ഇത് നമ്മൾ വിശ്വസിക്കുക. അവരെന്ത് ചെയ്തു? അവരുടെ ആടുകളെയും അവരുടെ ഭൃത്യന്മാരെയും ഒക്കെ വിളിച്ച് അകത്താക്കി, പുറത്ത് വിട്ടില്ല. എന്നാൽ വിശ്വസിക്കാത്തൊരു കൂട്ടം പുറത്ത് തന്നെ എല്ലാത്തിനെയും വിട്ടിരുന്നു. ഈ കൽമഴ വന്ന് എല്ലാത്തിനും നാശിപ്പിച്ചു. ഈ സാധാരണഗതിയിൽ മഴയും തീയും മിക്സ് ആവത്തില്ല, മഴയും തീയും മിക്സ് ആവത്തില്ല, രണ്ടും അത് നാച്ചുറലി ഇമ്പോസിബിൾ ആണ്. പക്ഷെ ദൈവം സൂപ്പർ നാച്ചുറലി അതിനെ മിക്സ് ചെയ്തു. അതായത് മിന്നല് താഴേക്ക് ബ്ലം ബ്ലം എന്ന് വീഴുന്നു, അതോടൊപ്പം തന്നെ തീ എന്ന് പറയാം ഭയങ്കരമായ മഴയും. മിന്നലും മഴയും ഒരേ സമയം ഭൂമിയിലേക്ക് വരികയാണ്. ഹല്ലേലൂയ. അവിടെ ചലഞ്ച് ചെയ്യുന്നത് നട്ട് എന്ന് പറയുന്നത് അവിടെ സ്കൈ ഗോഡാണ്, ആകാശത്തിന്റെ ദേവൻ. ആകാശത്തിന്റെ ദേവനെ കളിയാക്കിക്കൊണ്ട് ആകാശത്തു നിന്നും തീയും മഴയും താഴേക്ക് വീഴുകയാണ്. ഷൂ എന്ന് പറയുന്ന ഒരു ദേവനുണ്ട്, അത് ഷൂ ശബ്ദം പോലെ തന്നെ അത് കാറ്റിന്റെ ദേവനാണ്. എനിക്കത് ബന്ധമുണ്ടായിരിക്കും, ഷൂ എന്നല്ലേ കാറ്റ് വീശുന്നേ, ഇവരത് കേട്ടാണ് പേരിടുന്നതായിരിക്കാം. എന്തായാലും ഷൂ ദേവനും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കരമായ കാറ്റ്. അടുത്ത് സേത്ത് എന്ന് പറയുന്നത് സ്റ്റോം ഗോഡാണ്, കൊടുങ്കാറ്റിന്റെ ദേവനാണ്, അതും പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഇവരെല്ലാം തങ്ങളുടെ പ്രിയപ്പെട്ടവരെ അറ്റാക്ക് ചെയ്യാൻ വന്നിരിക്കുക. അതൊരു ആരാധിച്ചിരുന്ന പ്രതിബിംബങ്ങളല്ലേ ഇതൊക്കെ, പക്ഷെ അതിപ്പോ അവർക്ക് തന്നെ വിനാശമായി മാറുന്ന കണ്ടു. അപ്പൊ മനസ്സിലായി, ഇത് ദേവന്മാരല്ല, ഇതെല്ലാം അസുരന്മാരാണെന്ന് തോന്നുന്നു, നമ്മൾ ഇതെല്ലാം ആക്രമിക്കുക, ഇവർക്ക് ഒരു രക്ഷയില്ല. അവിടെ നട്ടെന്ന് പറയുന്നത് സ്കൈ ഗോഡസ് ആണ്, ആകാശത്തിന്റെ ദേവതയാണ്. അതുപോലെ തന്നെ ഷൂ എയർ ഗോഡാണ്. അതുപോലെ സേത്ത് എന്ന് പറയുന്നത് സ്റ്റോം, കൊടുങ്കാറ്റിന്റെ ദേവനാണ്. ഇവരെല്ലാം ഒരുമിച്ച് അങ്ങ് അറ്റാക്ക് ചെയ്യുക. അതുവരെയുള്ള അവരുടെ മിത്തുകളെല്ലാം, അവരുടെ സങ്കല്പങ്ങൾ തകരുകയാണ്. ഇവിടെ ഈ സമയത്താണ് ഫറവോന്റെ ഭൃത്യന്മാർ, അവർ കുറേ പേര് ദൈവത്തിന്റെ ശബ്ദം വിശ്വസിച്ചു. അവർ കുറേ പേര് അവരുടെ ഭൃത്യന്മാരെയും അവരുടെ ആടുമാടുകളൊക്കെയും വിളിച്ചകത്ത് കയറ്റി. കാരണം അവർക്കറിയാം, ഇത് പറഞ്ഞ ദേവൻ ചെയ്യുന്ന ദൈവനാണ്. വെറുതെ പറച്ചിൽ മാത്രമുള്ള നമ്മുടെ ദേവന്മാരെ പോലെ അല്ല, ഇത് ചെയ്യാൻ കഴിവുള്ളവനും ചെയ്യുന്നവനുമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവരെന്ത് ചെയ്തു? പിടിച്ചകത്ത് കയറ്റി. അങ്ങനെ കുറേ പേര് അവർ സ്പെയർ ചെയ്തു, അവർ രക്ഷപ്പെട്ടു. ഇവിടെ അന്ന് പറയുന്നത് ബാർലിയും ചണവും കംപ്ലീറ്റ് നശിച്ചു. ബാർലി അവരുടെ പ്രധാനപ്പെട്ട ഭക്ഷണത്തിന്റെ ഇതായിരുന്നു, അതുകൊണ്ട് അതെല്ലാം അന്ന് നശിച്ചു. ഗോതമ്പ് നശിച്ചില്ല, കാരണം അത് ആ സമയത്ത് കൊയ്ത്തായിട്ടില്ല. അപ്പം അത് സത്യത്തിൽ ദൈവം അവരെ സ്പെയർ ചെയ്തതാ, കാരണം അവരുടെ മുഴുവൻ ഭക്ഷ്യശൃംഖലയും ദൈവം സ്റ്റോപ്പ് ചെയ്തില്ല, ഗോതമ്പ് ശേഷിപ്പിച്ചു. ഗോതമ്പ് അവർ കൊടുത്തിരുന്നു. എന്തെന്നറിയാവോ? അവർക്ക് റിപ്പന്റ് ചെയ്യാൻ വീണ്ടും ദൈവം സമയം കൊടുത്തു, ഇനിയെങ്കിലും ഒന്ന് മനസ്സ് തിരിഞ്ഞു വരാൻ സമയം കൊടുത്തു. പക്ഷെ അവരതും കേൾക്കാത്തതുകൊണ്ട് അടുത്ത പ്രാവശ്യം വരുന്ന വെട്ടുക്കിളികളാണ്. ഇവ വന്ന് എന്താ സംഭവിക്കുന്നേ? ഇവ വന്ന് ഈ ഗോതമ്പും കൂടെ അങ്ങ് തീർക്കുക. പച്ചയായിട്ട് ഒരു സാധനം പോലും ശേഷിപ്പിക്കാതെ ഒറ്റ രാത്രി കൊണ്ട് അവരുടെ അഗ്രികൾച്ചറിനെ തൂത്തെറിഞ്ഞതാണ് വെട്ടുക്കിളികൾ, ലോക്കസ്റ്റ്. ഈ ലോക്കസ്റ്റ് വരുമ്പോ നേരത്തെ മിച്ചമുണ്ടായിരുന്ന മുഴുവൻ തീർക്കുവാണ്. ഫറവോന്റെ ഓഫീസേഴ്സ് വന്ന് ഫറവോനോട് പറയാണ്, കേണപേക്ഷിച്ച് പറയാണ്, ഇത് നമുക്ക് പിടിച്ച നിൽക്കുന്ന സാധനമല്ല, നമ്മളെ കൊണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, ഇത് ജീവനുള്ള ദൈവത്തിന്റെ പ്രവൃത്തിയാണ്, അവരെ വിട്ടയക്കാം. ഫറവോനോട് തന്നെ ഒഫീഷ്യൽസ് വന്ന് സജസ്റ്റ് ചെയ്യുകയാണ്. 10-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ ഫറവോനോട് പറയാണ്, അവരെ നമുക്ക് വിട്ടയക്കാം, നമുക്കിനി എന്ത് ചെയ്യാം, ഇവരെ പിടിച്ചുകൊണ്ട് നിൽക്കണ്ട, ഇവർ നമുക്ക് കണിയായിരിക്കും, അവരെ ദൈവത്തെ ആരാധിക്കുന്നതിന് വിട്ടയക്കാം. മിസ്രൈം നശിച്ചു പോകുന്നതായിട്ട് നീ കാണുന്നില്ല? ഒന്ന് ആലോചിക്കുക, ഒരു രാജ്യം, ഫലഭൂഷ്ടിയുടെ സിംബലായിരുന്ന രാജ്യം, അഗ്രികൾച്ചറിന്റെ ടോപ്പ് ആയിരുന്ന രാജ്യം, നൈൽ നദി കാരണം ഫ്ലറിഷ് ആയിരുന്ന രാജ്യം തകർന്ന് തരിപ്പണമായിരിക്കുക. കന്നുകാലികൾ ചത്തൊടുങ്ങുന്നു, എല്ലാ പച്ചപ്പും നശിച്ചു, ഒരു പച്ച ഇലയില്ലാതെ കംപ്ലീറ്റ് ദേശം മാറി ക്ഷാമത്തിന്റെ വക്കിലെത്തിക്കുന്ന അവസ്ഥ ആലോചിച്ച് നോക്കി. എന്നിട്ടും ആ രാജ്യത്തിന്റെ രാജാവ് തന്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തി. ഇപ്പൊ ഒരു വേസ്റ്റ് ലാൻഡായിട്ട് അത് മാറിയിരിക്കുക. അവിടുത്തെ ഒരു ദേവതയായിരുന്നു MIN. മിൻ എന്ന് പറയുന്നത് ക്രോപ്സിന്റെ ദേവതയാണ്.
ആലോചിച്ച് നോക്കി, ക്രോപ്സ്, കൃഷിയുടെ എന്താ പറയുക, ക്രോപ്സ് മീൻസ് ഫലങ്ങളുടെ അല്ലേ. എന്നാൽ നമുക്ക് ഈ കൃഷി കിട്ടുന്ന ക്രോപ്സിൽ ധാന്യങ്ങൾ, ഇതിൻ്റെയൊക്കെ ദേവതയാണ് മിൻ. അതുപോലെ തന്നെ ഐസിസ് എന്ന് പറയുന്ന ദേവത, അതായത് അവിടെ കൃഷിയുടെ ദേവതയാണ്. ഈ ദേവതകളെയാണ് അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. എന്നാൽ ഈ ദേവതമാർക്കൊന്നും പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റാത്ത വണ്ണം അവിടെ കൃഷി നശിച്ചിരിക്കുന്നു. കാരണം അതുവരെയും അവർ നോക്കിയപ്പം അവർ അഹങ്കരിച്ചിരിക്കുകയായിരുന്നു, നമുക്ക് ഇത്രയും വലിയ കൃഷിയുണ്ട്. അതൊക്കെ നമ്മുടെ ദേവതയുടെ കഴിവാണ്, നമ്മുടെ ദേവതയാണ് ഇതൊക്കെ തന്നിരിക്കുന്നത്. പക്ഷെ സർവശക്തനായ ദൈവമാണ് ഇത് കൊടുത്തിരിക്കുന്നവർ അറിയുന്നില്ലല്ലോ. ഇവർ അതുവരെയും കരുതി നമ്മുടെ ദേവത ഉണ്ടെങ്കിൽ, ഐസിസ് ഉണ്ടെങ്കിൽ അഗ്രികൾച്ചർ സൂപ്പറായിരിക്കും, മിൻ ഉണ്ടെങ്കിൽ എല്ലാം പ്രൊട്ടക്ടർ ഓഫ് ഫീൽഡ് എന്നാണ്. അതായത് കൃഷിഭൂമിയെ സംരക്ഷിക്കുന്ന ദേവതയാണ് മിൻ. മിന്നൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, കൃഷിഭൂമി മുഴുവൻ തകർന്നിരിക്കുക. അവരുടെ ദേവതകൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ എത്തിയിരിക്കുകയാണ്. ഒറ്റ രാത്രി കൊണ്ട് ഈജിപ്തിൻ്റെ കൃഷിസ്ഥലം മുഴുവൻ ഒരു ബാരൻ ലാൻഡായി മാറി, മരുഭൂമി കണക്കിന് മൊത്തം തകർന്ന് തരിപ്പണമായി. ഈ സമയത്താണ് ഫറവോന്റെ ഭൃത്യന്മാർ പറയുകയാണ്, ഓഫീസേഴ്സ് പറയുവാണ്, ഇനിയും നമുക്കിത് സഹിക്കാൻ കഴിയത്തില്ല, മിസ്രൈം നശിക്കുകയാണ്, ഈജിപ്ത് നശിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരെ വിട്ടയക്കാം. പക്ഷെ വീണ്ടും ഫറവോൻ തൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തി. ഞാനീ പറഞ്ഞ കണ്ടില്ലേ, എല്ലാ ബാധകൾക്കകത്തും ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി അവരുടെ ദൈവസങ്കല്പങ്ങളെ ദൈവം തകർക്കുകയാണ്. അടുത്ത് 9ാമത്തെ കൂരിരുട്ടാണ്. ഇരുട്ട്. എന്താ ഇരുട്ടിനത്തെ പ്രത്യേകത? ചെറു ഇരുട്ടല്ല, അവർക്ക് തൊട്ടറിയാൻ പറ്റുന്ന ഇരുട്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൂരിരുട്ട്, കുറ്റാക്കൂരിരുട്ട് എന്നൊക്കെ പറയാം. 3 ദിവസം അവരുടെ ദേശം ഇരുട്ടിലായി. ഒരാൾ പോലും ചലിക്കുന്നില്ല, അനങ്ങാൻ പറ്റാത്ത ഇരുട്ട്. അതായത് ഒരു സാധനവും, നിഴല് പോലും, ഒരു അനക്കം പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഇരുട്ട്. അടുത്തിരി നാളെ തിരിച്ചറിയാൻ പറ്റുന്നില്ല, കാണാൻ പറ്റുന്നില്ല, എവിടെയാണെന്ന് അറിയുന്നില്ല. ആരും അവരുടെ സ്ഥലങ്ങളിൽ നിന്ന് അനങ്ങിയില്ല, ഭയവും കൂടെ കയറി. അങ്ങനെ ഇരുട്ടിലായി മാറി. 3 ദിവസം അവർ ഇരുട്ടിൽ കഴിയുകയാണ്. അതേസമയം ഗോസൻ ലാൻഡിൽ ഇസ്രായേൽ മക്കൾ വെളിച്ചത്തിലായിരിക്കുകയാണ്. അവർ ലിറ്ററലി സ്വർഗ്ഗദൈവം പറയുകയാണ്, നിന്റെ ദേവനായ റാ, അവിടെ റാ ഗോഡ് ഉണ്ട്, റാ RA, അതായത് സൂര്യദേവൻ. ഈജിപ്തിലെ ഏറ്റവും ടോപ്പ് ഡൈറ്റി, ഈജിപ്തിന്റെ ഏറ്റവും പ്രധാന ദേവൻ സൂര്യദേവൻ ഇതാ പോയിരിക്കുകയാണ്. നിങ്ങളുടെ സൂര്യദേവൻ അല്ല നിങ്ങൾക്ക് വെട്ടം തരുന്നത്, നിന്റെ സൂര്യദേവൻ എവിടെ ചോദിക്കുകയാണ്. നോക്കടാ, ഇസ്രായേൽ മക്കൾ വെളിച്ചത്ത് താമസിക്കുകയാണ്, അവർക്ക് വെളിച്ചം കൊടുക്കുന്ന ആരോടാ? നിന്റെ സൂര്യദേവനാണോ? നിന്റെ സൂര്യദേവൻ എവിടെ? ചോദ്യമാണ്. അവർ തന്നെ ചോദിക്കാൻ തുടങ്ങി, നമ്മുടെ ദേവൻ എവിടെ പോയി? നോക്കടാ, അവർക്ക് വെളിച്ചമുണ്ട്, നമ്മുടെ ദേവനാണ്, സൂര്യദേവനാണ് വെളിച്ചം തരുന്നെങ്കിൽ നമുക്കല്ലേ വെളിച്ചം കിട്ടേണ്ടത്, പക്ഷെ അവർക്കല്ലേ വെളിച്ചം കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ദേവൻ എവിടെ പോയി? ചീഫ് ഡൈറ്റി ആയിരിക്കുന്ന, പ്രധാന ദേവനായിരിക്കുന്ന, ഈജിപ്തിന്റെ പ്രധാന പ്രതിഷ്ഠയായിരിക്കുന്ന റാ എവിടെ പോയി? റായ്ക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, റാ എവിടെ പോയി? അന്ന് മനസ്സിലാക്കി, റായും ഇല്ല റോയും ഇല്ല, ഇതൊരു മിത്താണെന്ന് മനസ്സിലായി. ഒരു തരത്തിലും അവരെ സഹായിക്കാൻ പറ്റുന്ന ദേവനല്ല റാ എന്ന് ഈജിപ്തുകാർ മനസ്സിലാക്കുകയാണ്. ഒരു ഫിസിക്കൽ ഡാമേജും ഇല്ല, ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷേ അവിടെ മുഴുവൻ ഇരുട്ടിലാണ്. ലിറ്ററലി സ്വർഗ്ഗ ദൈവം ഒരു വേർതിരിവ് വെച്ചിട്ട് ഗോഷൻ ലാൻഡിൽ ഭയങ്കരമായ പ്രകാശം. വചനം വ്യക്തമായി പറയുന്നു, സൂര്യചന്ദ്രാദികളെ ദൈവം സൃഷ്ടിക്കുന്നതിന് മുമ്പേ ദൈവം വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു വെളിച്ചത്തെ ഉണ്ടാക്കി. അവനാണ് വെളിച്ചം, സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം. യേശു പറഞ്ഞു, ഐ ആം ദ ലൈറ്റ്, ഞാൻ തന്നെ വെളിച്ചമാകുന്നു. വെളിച്ചം ഒരു സബ്സ്റ്റൻസിലല്ല, സബ്സ്റ്റൻസിനെ ഉണ്ടാക്കുന്നതിന് മുമ്പേ വെളിച്ചം ഉണ്ടാക്കിയതാണ് എൻ്റെ ദൈവം. സൂര്യൻ ചന്ദ്രൻ പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ, വീണ്ടും 2 ദിവസം കഴിഞ്ഞാൽ ഉണ്ടായേ, പക്ഷെ എൻ്റെ ദൈവം വെളിച്ചം ഉണ്ടാക്കി. ആ ദൈവം ആ സ്ഥലത്തു നിന്ന് ആ വെളിച്ചത്തെ വിഡ്രോ ചെയ്യുകയാണ്. അവരുടെ സൂര്യദേവൻ അല്ല അവർക്ക് വെളിച്ചം നൽകുന്നവരെ വെളിപ്പെടുത്തി കൊടുത്തു. അവർ നോക്കിയിരിക്കെ അവരുടെ കൺമുന്നിൽ ഇസ്രായേൽ ജനം വെളിച്ചത്ത് ജീവിച്ചു. അവർക്ക് ദൈവം വെളിച്ചമായിരുന്നു. ഹല്ലേലൂയ. അവരുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രതീക്ഷകളെയും തകർക്കുന്ന അവരുടെ പ്രധാന ദേവനെ ഉൾപ്പെടെ ദൈവം തുടച്ചു മാറ്റിക്കൊണ്ട് 9ാമത്തെ ബാധ ഇരുട്ട്. അവിടെയും തീർന്നില്ല. 10ാമത്തേത് തന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ബാധ എന്ന് പറയുന്നത് കടിഞ്ഞൂൽ സംഹാരം. അതായത് അന്നത്തെ കാലത്ത് ഫറവോന്മാർ ദൈവത്തിന്റെ മക്കൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ദൈവത്തെ പോലെ അവർ കണ്ടിരുന്നത്. രാജ്യ അധികാരം ദൈവത്താൽ കിട്ടിയിരിക്കുന്നതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് ഫറവോന്റെ അടുത്ത തലമുറയിലെ ആദ്യ ജാതൻ, അടുത്ത രാജാവ്, അടുത്ത ഫറവോ, അവൻ ദൈവത്താലാണ്, അതായത് സൂര്യദേവന്റെ മകനാണ് ഫറവോ എന്നാണ് അന്ന് വിശ്വസിച്ചിരുന്നത്. അടുത്ത് വരുന്ന ആള് ഈ റാ ഗോഡിൽ നിന്ന്, അതായത് ഈ ഗോഡായിരിക്കുന്ന ഫറവോൻ ദൈവമാണ്. അടുത്ത തൻ്റെ ആദ്യ സന്തതി അടുത്ത ദൈവമായി ദൈവം നിയോഗിച്ചിരിക്കുകയാണ്, അടുത്ത ഫറവോനായി നിയോഗിച്ചിരിക്കുന്നതാണ് അവർ വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഇവിടെ ഫറവോന്റെ
അടുത്ത സന്തതി, അടുത്ത ഫറവോനായി വാഴിക്കണമെന്ന് നോക്കിയിരിക്കുന്ന സന്തതിയെ സ്വർഗത്തിൽ ദൈവം തൊടുകയാണ്. ആദ്യജാതൻ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ആദ്യജാതന്മാരും മരിക്കുകയാണ്. അവിടെ പ്രൊട്ടക്ട് ചെയ്യാൻ റോ ഗോഡിന് പറ്റുന്നില്ല. സ്വർഗീയമായ അനന്തരാവകാശം എന്ന് പറഞ്ഞിരുന്ന ചിന്തകൾക്ക് അവസാനം വരികയാണ്. ഫറവോന്റെ ലെഗസി, തൻ്റെ അടുത്ത തലമുറയിലേക്കുള്ള ലെഗസി അവിടെ ദൈവം സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. കടിഞ്ഞൂൽ സംഹാരം ഇതും ദൈവം അനൗൺസ് ചെയ്തു. എത്ര? ഏകദേശം 2 ആഴ്ചയ്ക്ക് മുന്നേ അനൗൺസ് ചെയ്തു. നിങ്ങൾ കരുതരുത് ഇന്ന് അനൗൺസ് ചെയ്ത് നാളെ ചെയ്യുകയാണെന്നല്ല. ദൈവം 2 ആഴ്ചത്തോളം മുമ്പ് അനൗൺസ് ചെയ്തു. ഹല്ലേലൂയ. 2 ആഴ്ചത്തോളം സമയം. അതിൽ വ്യക്തമായി പറയുന്നുണ്ട് 14 ദിവസം നിങ്ങൾ ആട്ടിൻകുട്ടിയെ സൂക്ഷിക്കണം. അതർത്ഥം 2 ആഴ്ച, മിനിമം 2 ആഴ്ച ഒരു ഗ്യാപ്പ് കൊടുക്കുകയാണ്. എന്തിനു വേണ്ടി? ടു റിപ്പന്റ്. അല്ലാതെ ചുമ്മാ വന്ന് ഫസ്റ്റ് ബോർണിനെ കൊന്നിട്ട് പോയൊന്നും അല്ല. അവർക്ക് റിപ്പന്റ് ചെയ്യാൻ അവസരം കൊടുത്തു. ഞാൻ വിശ്വസിക്കുന്നു നേരത്തെ ആ ഒഫീഷ്യൽസ് ദൈവം പറഞ്ഞ ശബ്ദം കേട്ടിട്ട് അവർ തങ്ങളുടെ ഭൃത്യന്മാരെ, അടിമകളെയും ജോലിക്കാരെയും ആട്ടിൻകൂട്ടത്തെയും വിളിച്ച് അകത്ത് കയറ്റിയെങ്കിൽ ഇത്തവണ അവരും ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. കാരണം ദൈവം ആരെയും ഒഴിവാക്കുന്ന ദൈവമല്ല. നമുക്കറിയാം നിനവെ ജാതീയമായ ഒരു പട്ടണം ദൈവം അയച്ച്, ഒരു മകനെ അയച്ച് അവിടെ സുവിശേഷം പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ച ജനത്തെ ദൈവം സ്പെയർ ചെയ്തു. ശരിയല്ലേ? ഉറപ്പായിട്ടും രാഹാവ് എന്ന വേശ്യ, അവൾ ആ എരിഹോ പട്ടണം നശിക്കപ്പെടുമ്പോൾ അവിടെ വിശ്വാസത്താൽ അവളും കുടുംബവും രക്ഷപ്പെടുകയാണ്. ദൈവം അവളെ ഇൻസ്പയർ ചെയ്തു. അതുപോലെ രൂത്ത്, ഒരു മൊവാബിയ സ്ത്രീ ആയ രൂത്ത്, അവൾ യേശുവിൻ്റെ വിശ്വാസത്താൽ യേശുവിൻ്റെ ലീനേജിൽ പോലും, വംശ പാരമ്പര്യത്തിൽ പോലും ഉൾപ്പെടുവാൻ കാരണമായി തീർന്നു. ദൈവം ജാതികൾക്കും എന്താ പറയുക, ജാതിക്കും വംശത്തിനും അതീതനാണ്. അവൻ സകലരെയും സ്നേഹിക്കുന്നു, സകലരെയും ഉൾക്കൊള്ളുന്നവനാണ്. മനുഷ്യനാണ് എല്ലാ ലിമിറ്റേഷൻസും വച്ചിരിക്കുന്നത്. ദൈവം ഇസ്രായേൽ മക്കൾക്ക് പ്രത്യേകിച്ച് കൊമ്പൊന്നും കൊടുത്തതല്ല. ദൈവം സകലരെയും സ്നേഹിക്കുകയും സകലരും അതിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു. ദൈവം മിസ്രൈം ജനത്തോട് ഒത്തിരി പ്രാവശ്യം പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ ആരാധിക്കുന്ന മിത്തുകളല്ല ദൈവം, ഞാനാണ് ദൈവം, എന്നിലേക്ക് തിരിഞ്ഞുകൊള്ളുക, എന്നിലേക്ക് വന്നുകൊള്ളുക, എൻ്റെ വാക്ക് കേൾക്കുക. ഇതാണ് പരസ്യമായി ദൈവം അവരോട് പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ഒത്തിരി പേർ വിശ്വസിച്ചത്. നമുക്കറിയാം പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 38-ാമത്തെ വാക്യം പറയുകയാണ്, ഇസ്രായേൽ മക്കൾ മാത്രമല്ല അവിടെ നിന്ന് പുറപ്പെട്ടു പോകുന്നത്, ഒരു മിക്സഡ് ആയിട്ടുള്ള കൂട്ടം, ഒരു വലിയൊരു ജനക്കൂട്ടം, അതായത് ദൈവത്തിൽ വിശ്വസിച്ച ഒരു കൂട്ടം മിസ്രൈമ്യർ ഉൾപ്പെടെയാണ് ആ സ്ഥലത്ത് നിന്ന് യാത്ര പുറപ്പെടുന്നത്. ഹല്ലേലൂയ. അതായത് അവരും ദൈവത്തിന്റെ വാക്ക് കേട്ട് വിശ്വസിച്ചത് കാരണം ഒരു സമ്മിശ്ര പുരുഷാരം എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് സമ്മിശ്രം എന്ന് വെച്ചാൽ എന്താ? ഇസ്രായേൽ ജനം മാത്രമാണ് അങ്ങനെ പറയില്ലല്ലോ, ഒരു കൂട്ടം. ചരിത്രം പറയുന്നത് അന്ന് ഇസ്രായേൽ മക്കളുടെ കൂടെ ചേർന്ന് യാത്ര ചെയ്യുവാൻ ഒരു കൂട്ടം മിസ്രൈമി ജനം ഉണ്ടായിരുന്നു. കാരണം ഇത്രയും അടയാളങ്ങൾ കാണുകയാണ്. ഇന്ന് ഇവനൊരു സൗഖ്യം കാണുമ്പോൾ എത്രയോ പേർ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ പരസ്യമായി 10ഓളം അത്ഭുതങ്ങൾ കൺമുന്നാലെ ഒന്നു മാറി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, അതും ദൈവം മുൻകൂട്ടി ശബ്ദം കൊടുത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ദൈവത്തിൽ വിശ്വസിക്കാൻ ഹൃദയം കരുണപ്പെടാത്ത ഒരു കൂട്ടം ജനം സമ്മതിച്ചു. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്ന അവരും ഇസ്രായേൽ മക്കളുടെ കൂടെ അന്ന് രാത്രി തങ്ങളുടെ ഡോർ പോസ്റ്റുകളിൽ ആ രക്തം പുരട്ടി അവരും ക്രൂസിന്റെ കീഴിലേക്ക് വന്നു. അവരും യേശുവിന്റെ ബ്ലഡിന്റെ കീഴിലേക്ക് വന്നു. ഇന്നും സകല ഗോത്രത്തിലും സകല ഭാഷയിലും ഏതൊരു വ്യക്തി യേശുവിന്റെ ക്രൂസിന്റെ കീഴിലേക്ക് വരാൻ തയ്യാറാകുന്നു, അവന്റെ രക്തത്തിന്റെ കീഴിൽ വരാൻ തയ്യാറാകുന്നു, അവനെയും ആ കവനന്റിലേക്ക് ഉൾപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം തയ്യാറാണ്. അവന് വേർതിരിവുകളൊന്നുമില്ല. അവൻ പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളുടെ ദൈവമല്ല. അവൻ സകല മാനവരാശിയും സ്നേഹിക്കുന്നു. സകല ജനത്തിന് വേണ്ടിയാണ് യേശുവിന്റെ രക്തം ചിന്തിയത്. അന്ന് മിസ്രൈം ജനം രക്ഷപ്പെട്ടതുപോലെ ഇന്നും ജാതിയിലായ നമ്മൾ രക്ഷപ്പെട്ടതുപോലെ ഏതൊരു ജനവും യേശു രക്തത്തിൽ വിശ്വസിക്കുന്ന, യേശുവിന്റെ ക്രൂശ് മരണത്തെ അംഗീകരിക്കുന്ന ഏതൊരു വ്യക്തിയും രക്ഷപ്പെടണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നു. അതങ്ങനെ തന്നെ സംഭവിക്കും. ഹല്ലേലൂയ. അന്ന് ദൈവം പറഞ്ഞ കാര്യങ്ങളാണ്, നീ നിന്റെ വീട്ടിൽ വിലയ്ക്ക് വാങ്ങിയവനായിക്കോട്ടെ അവനെയും കൂടി വീണ്ടും കൊള്ളണം, അടുത്ത വീട്ടിലുള്ള അതേ പരദേശി ആയിക്കോട്ടെ അവനെയും കൂടെ ചേർത്ത് കൊള്ളണം എന്ന് പറഞ്ഞു. കാരണം എന്താ? അവനും വേണ്ടി, അവൻ ആ വീട്ടിനകത്താണ്. ഡോർ പോസ്റ്റിൽ ബ്ലഡ് ഉണ്ടെങ്കിൽ യു ആർ കവേർഡ്. കാരണം നിന്റെ ഇസ്രായേലിയൻ എന്നുള്ള പേരിലല്ല കാര്യം. നീ ഇസ്രായേലിനായിരിക്കെ നീ ആ ഡോറിന് പുറത്താണെങ്കിൽ അത് നശിച്ചു പോകുക അത് രാത്രി. പക്ഷെ നീ മിസ്രൈമിനായിക്കോട്ടെ ആരായിക്കോട്ടെ, പക്ഷെ നീ ആ ഡോറിനകത്തും പുറത്ത് ബ്ലഡ് ആണെങ്കിൽ യു ആർ കവേർഡ്. ഹല്ലേലൂയ. ഇന്നും അത് തന്നെ. യവനെന്നില്ല, യഹൂദ്യനെന്നില്ല, ആരെന്നില്ല, യേശു രക്തം സകലരെയും സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ. ഈ 10 ബാധകൾ ഇത് ഇസ്രായേൽ ജനത്തിനു മാത്രമല്ല, മിസ്രൈമി ജനത്തിന് റിപ്പന്റ് ചെയ്യാനും യഥാർത്ഥ ദൈവത്തെ അനുഭവിച്ചറിയാനുള്ള ഒരു ഇൻവിറ്റേഷൻ കൂടെ ആയിരുന്നു.
ഇവിടെ നമ്മൾ കാണുന്നത് ക്രോധം പൂണ്ട ഒരു ദൈവത്തെ അല്ല, സ്നേഹവാനായ ദൈവത്തെ. ഇത്രയും പ്രാവശ്യം അവർ റിപ്പന്റ് ചെയ്യാൻ അനുവാദം കൊടുത്ത്, അവസരം കൊടുത്ത് അവരെ തിരികെ വിളിക്കുന്ന ഒരു ദൈവത്തെയാണ്. നമുക്കറിയാം, ആദ്യത്തെ ബാധകളൊന്നും അവരുടെ ശരീരത്തെ പോലും തൊട്ടില്ല. പക്ഷേ അവർ ഓരോന്നോരോന്നായി അവർക്ക് അവസരം കൊടുത്തിട്ടും അവർ വീണ്ടും ഹൃദയത്തെ കഠിനപ്പെടുത്തിയപ്പോൾ വചനം പറയുന്നു, അവസാന നാളുകളിൽ ഫറവോന്റെ കൂടെയുള്ള ഭൃത്യന്മാരും പലരും ഹൃദയത്തെ കഠിനപ്പെടുത്തി. അങ്ങനെ അവർ നാശത്തിലേക്ക് പോയി. ഇന്നും സുവിശേഷം എല്ലാവർക്കും ലഭ്യമാണ്, പക്ഷേ ഹൃദയത്തെ കാഠിന്യപ്പെടുത്താതെ ഞാൻ നോക്കിക്കൊള്ളാം, എന്നെ കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റും, എനിക്കിതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ദൈവത്തെ വെല്ലുവിളിക്കാതെ അവൻ്റെ സ്നേഹത്തിന് കീഴ്പ്പെടാമെങ്കിൽ നമ്മൾ ഇന്നായിരിക്കുന്നത് അവൻ്റെ സ്നേഹത്തിലാണ് എന്ന് വെച്ചിട്ട് നമ്മൾ ആ സ്നേഹത്തെ നിസ്സാരമായി കരുതുകയും ചെയ്യരുത്. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ഒത്തിരി അവസരങ്ങൾ നൽകുകയാണ്, ഒത്തിരി പ്രാവശ്യം സ്നേഹത്തോടെ നമ്മൾ വിളിക്കുകയാണ്. ഓരോരുത്തരും ഇന്ന് ആ വാക്ക് കേൾക്കുകയാണെങ്കിൽ, ഇവൻ സത്യമായ ദൈവം, സർവശക്തനായ ദൈവം, അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം, വേറെ ആർക്കും നിന്നെ റെപ്ലിക്കേറ്റ് ചെയ്യാനോ തുല്യം പറയാനോ പറ്റാത്ത ദൈവം എന്ന് മനസ്സിലാക്കി ആ ദൈവത്തെ യഥാർത്ഥമായി സ്നേഹിപ്പാൻ, സ്വീകരിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആ മിസ്രയീം ജനത്തോട് ദൈവം കാട്ടിയതുപോലെ ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു, ആർക്കും മറുത്തു പറയാൻ കഴിയാത്ത അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ ദിവസങ്ങളിൽ ദേശങ്ങളിൽ കാണുവാൻ സ്വർഗം ഇടയാക്കട്ടെ. വിശ്വസിക്കാത്തവർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിൽ, തൊട്ടറിയാൻ പറ്റുന്ന തരത്തിൽ ഒരു വ്യത്യാസം, വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും തമ്മിൽ ഒരു വ്യത്യാസത്തെ സ്വർഗം വയ്ക്കുകയാണ്. നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ കുടുംബ ജീവിതങ്ങൾ, നിങ്ങൾ കൈവയ്ക്കുന്ന എല്ലാ മേഖലകളും മറ്റിൽ നിന്നും വ്യത്യസ്തമായിരിക്കാൻ സ്വർഗം നിങ്ങളെ ബ്ലസ് ചെയ്ത് മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാക്കി മാറ്റി. അത് അഹങ്കരിക്കാനല്ല, മറ്റുള്ളവർക്ക് ഒരു മാതൃകയായിരിക്കാൻ, മറ്റുള്ളവർക്ക് ദൈവത്തെ കണ്ടറിയാൻ ഒരു വെളിച്ചവും ഇരുട്ടുമെന്ന പോലെ അവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിലെ സമ്പത്തും നിങ്ങളുടെ ജീവിതത്തിലെ അനുഗ്രഹത്തെയും കണ്ട് ആ ദൈവത്തിലേക്ക് വരുവാൻ സ്വർഗം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അത് ഈ ദിവസങ്ങളിൽ സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവ് അതിനായി നിങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കട്ടെ. ഇത് കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ ഈ മെസ്സേജ് വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. ആമേൻ, ആമേൻ.